യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ്. പെരിയ ശത്രുവിനാൽ നരകണമാകെ കര കണ്ടിടുവതിനറിയാതെ തിരിഞ്ഞു വഴി വെടിഞ്ഞു വലഞ്ഞു നടന്നിടുന്നതറിഞ്ഞു നീ തിരുമനം കനിഞ്ഞോനെ, അറിഞ്ഞു നിൻ തിരുമനം കനിഞ്ഞോനെ. പരിശുദ്ധ പരനേ സ്തുതി നിനക്ക്, സുരലോകം വിട്ടവനെ സ്തുതി നിനക്ക്. പരിശുദ്ധ പരനേ സ്തുതി നിനക്ക്, സുരലോകം വിട്ടവനെ സ്തുതി നിനക്ക്. തിരുമനസാനി ധരയിൽ വന്നോനെ, തിരുമനസാനി ധരയിൽ വന്നോനെ, കരുണാകടലേ സ്തുതി നിനക്ക്, കരുണാകടലേ സ്തുതി നിനക്ക്. 4 സെക്ഷൻ ഉള്ളതിൽ ഫസ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് പോവാം. ജനസിസ് ചാപ്റ്റർ 2 വേർഡ്സ് 6, 7 and 8. ഉൽപ്പത്തി 2:6, 7, 8 നമുക്ക് നോക്കാം. ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. ബട്ട് there went up a mist from the earth and watered the whole face of the ground. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. And the Lord God formed man of the dust of the ground and breathed into his nostrils the breath of life, and man became living soul. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച് മനുഷ്യനെ അവിടെ ആക്കി. And the Lord had planted a garden eastward in Eden, and there he put the man whom he had formed. ഇനി നമുക്ക് സെക്കൻഡ് സെക്ഷനിലേക്ക് പോകാം. സെക്കൻഡ് സെക്ഷൻ റിക്വയറിൻ്റെ ബുക്കായ പർപ്പസ് ഡ്രിവൺ ലൈഫ്, അതിലേക്ക് പോകാം. ഇന്ന് സെക്കൻഡ് ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഇന്നലെ കഴിഞ്ഞ ദിവസം കൊണ്ട് കവർ ചെയ്തിരുന്നു. ഇത് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. യു ആർ നോട്ട് ആൻ ആക്സിഡൻറ്റ്, ദ മെയിൻ പോയിന്റ്. ഐ ആം യുവർ ക്രിയേറ്റർ. യു വെയർ ഇൻ മൈ കെയർ ഈവൻ ബിഫോർ യു വെയർ ബോൺ. ഐസയ ചാപ്റ്റർ 44 വേർഡ്സ് 2. God doesn't play dice. Albert Einstein. You are not an accident. Your birth was no mistake or mishap, and your life is no fluke of nature. Your parents may not have planned you, but God did. He was not at all surprised by your birth. In fact, He expected it long before you were conceived by you and by your parents. You were conceived in the mind of God. He thought of you first. It is not fate, nor chance, nor luck, nor coincidence that you are breathing at this very moment. You are alive because God wanted to create you. The Bible says the Lord will fulfill His purpose for me. ഇനി നമുക്ക് തേർഡ് സെക്ഷനിലേക്ക് പോകാം. തേർഡ് സെക്ഷൻ പ്രോവർബ് ചാപ്റ്റർ 2 വേർഡ്സ് 4, 5 and 6. സദൃശവാക്യം 2:4, 5, 6. അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നുവെങ്കിൽ, ഇഫ് ദോ സീക്കസ്റ്റ് ഹെർ ആസ് സിൽവർ ആൻഡ് സെർച്ചസ്റ്റ് ഫോർ ഹെർ ആസ് ഫോർ ഹിഡ് ട്രഷേഴ്സ്. നീ യഹോഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. Then shalt thou understand the fear of the Lord and find the knowledge of God.
യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്, അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. ഫോർ ദ ലോർഡ് ഗിവത്ത് വിസ്ഡം, ഔട്ട് ഓഫ് ഹിസ് മൗത്ത് കമത്ത് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇനി ഫോർത്ത് സെക്ഷനിലേക്ക് ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫോർത്ത് സെക്ഷൻ. പേടകം നിർമ്മിക്കുക. ഉൽപ്പത്തി 6:13 മുതൽ 22 വരെ നമ്മൾ വലിയൊരാണെന്ന് നോക്കിയാൽ നമുക്കിത് മനസ്സിലാവും. അതിനകത്തെ കഥയാണ് എഴുതിയിരിക്കുന്നത്, പേടകം നിർമ്മിക്കുക. ഒരിക്കൽ ദൈവം നോഹയോട് പറഞ്ഞു, ഞാൻ ഈ ജനത്തെയെല്ലാം നശിപ്പിക്കാൻ പോവുകയാണ്. അവർ ഈ ഭൂമിയെ വാസയോഗ്യമല്ലാതെ വികൃതമാക്കുന്നു. അതുകൊണ്ട് നിനക്ക് വേണ്ടി വളരെ വലിയ ഒരു പേടകം നിർമ്മിക്കണം. നല്ല തടി ഉപയോഗിക്കുക. പേടകത്തിൻ്റെ അളവുകൾ ഞാൻ നൽകാം. പല മുറികളായി തിരിക്കണം. അകത്തും പുറത്തും ടാർ തേക്കണം. ഞാൻ ഈ ഭൂമിയിൽ ഒരു പ്രളയം അയക്കും. അത് ജീവനുള്ള എല്ലാത്തിനെയും നശിപ്പിക്കും. എന്നാൽ നിനക്ക് ഞാനൊരു വാഗ്ദത്തം നൽകുന്നു. ഭാര്യയോടും പുത്രന്മാരോടും പുത്രവധുക്കളോടും കൂടെ നീ പേടകത്തിൽ പ്രവേശിക്കുക. എല്ലാ പക്ഷിമൃഗങ്ങളിലും പെട്ട ഓരോ ജോഡിയെ വീതം പേടകത്തിൽ പ്രവേശിപ്പിക്കുക. നിനക്കും മറ്റ് ജീവജാലങ്ങൾക്കും ആവശ്യമായ ആഹാരം കരുതിക്കൊള്ളുക. ദൈവം പറഞ്ഞതെല്ലാം നോഹ അനുസരിച്ചു. അപ്പം നമ്മുടെ 4 സെക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്ലി.